വലിയ കഷ്ടതകളും വലിയ ഭാരങ്ങളുമായിരുന്നു ഇന്നലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഇന്നലെ ആ വേദനയിൽ കൂടെയാണ് നമ്മൾ കടന്നു വന്നത്. പക്ഷേ ആ വേദനയിൽ ദൈവം നമ്മളെ നടത്തി, ദൈവം നമ്മളെ ശക്തീകരിച്ചു. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51 അധ്യായമാണ്. 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങളും 52 അധ്യായം അതിന്റെ 1 വാക്യങ്ങളും ചേർന്ന് പഠിക്കുമ്പോൾ ദൈവം കൊടുത്തിരിക്കുന്ന, സിയോന് കൊടുത്തിരിക്കുന്ന നിത്യരക്ഷയെക്കുറിച്ചും അവരത് പ്രാപിക്കേണ്ടതായ ആശ്വാസ വാക്കുകളെ കുറിച്ച്, പ്രാപിക്കാൻ ആവശ്യമായ ആശ്വാസ വാക്കുകളെ കുറിച്ച് നമുക്ക് അതിൽ കാണുവാനായിട്ട് കഴിയും. ദൈവം അവരെ അതിലേക്ക് നടത്തുവാനുള്ള ആഹ്വാനങ്ങൾ, അവരെ ബലപ്പെടുത്തുവാനുള്ള ആഹ്വാനങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 9 വാക്യത്തിൽ യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, ശക്തി ധരിച്ചു കൊള്ളുക. 17 വാക്യത്തിൽ യെരൂശലേമേ ഉണരുക. 52 അധ്യായം അതിന്റെ 1 വാക്യം ചേർന്ന് പഠിക്കുമ്പോൾ സിയോനെ ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചു കൊള്ളുക. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് കഷ്ടതകളുടെ ഒരു രാത്രി ഉണ്ടായിരുന്നു, വേദനകളുടെ ഒരു രാത്രി ഉണ്ടായിരുന്നു, ഭാരപ്പെടുത്തുന്ന, പ്രയാസം ഓർമ്മപ്പെടുത്തുന്ന ചില രാത്രികൾ ഉണ്ടായിരുന്നു. ആ രാത്രികളുടെ ഭീതി നിമിത്തം നീ താന്നു പോകാനല്ല, നീ ക്ഷീണിച്ച് നീ തളർന്നു പോകാനല്ല കർത്താവ് ആഗ്രഹിച്ചത്. നീ ഉണർന്ന് ശക്തി പ്രാപിക്കുക, ബലം ധരിച്ചു കൊടുക്കുക. ഞാൻ നിന്നെ ബലപ്പെടുത്തും, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നീ ഉണരുവാൻ ഇടയാകണം, നീ ബലം പ്രാപിപ്പാൻ ഇടയാകണം, നീ ധൈര്യം പ്രാപിപ്പാൻ ഇടയാകണം. നിനക്ക് ലഭിച്ചിരിക്കുന്ന നിത്യരക്ഷയിലേക്ക് നീ ഓടിയെത്തേണ്ടതിന്, നീ തളർന്നു പോയാൽ, നീ വീണു പോയാൽ നിനക്ക് അത് പ്രാപിപ്പാൻ കഴിയത്തില്ല. അതുകൊണ്ട് സിയോനെ നീ ഉണരുക. പലപ്പോഴും കഴിഞ്ഞ രാത്രികളിലെ കഷ്ടതകളുടെ ഭീതി നിമിത്തം, അല്ലെങ്കിൽ കടന്നുപോയ വേദനകളുടെ ഭീതി നിമിത്തം നമ്മൾ തളർന്നു പോകുന്നവരാണ്. കർത്താവ് അങ്ങനെ തളർത്തുവാൻ, നമ്മളെക്കുറിച്ച് നമ്മൾ അങ്ങനെ തളർന്നു കിടക്കുവാൻ നമ്മുടെ സ്നേഹവാനായ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മൾ എഴുന്നേറ്റ് ബലം പ്രാപിപ്പാൻ, ഉണരുവാൻ, നമ്മൾ ശക്തി പ്രാപിപ്പാൻ തയ്യാറായാൽ നമ്മെ നടത്തുന്ന ആ ശക്തിയെ നൽകി നമ്മെ ബലപ്പെടുത്തി കൂടെ നടത്തുവാൻ ഒരു ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് നമുക്ക് മുന്നേറുവാനായിട്ട് കഴിയണം. കഷ്ടതയുടെ ഭീതിയിൽ, ഭാരത്തിന്റെ ഭീതിയിൽ തളർന്നു പോകാതെ ഉണർന്ന് ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ നമുക്ക് കഴിയട്ടെ. വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ 51 അധ്യായത്തിൽ തന്നെ അതിന്റെ 1 വാക്യം, നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പിൻ. 4 വാക്യത്തിൽ പറയുന്നുണ്ട്, എന്റെ വാക്ക് കേൾപ്പിൻ, എന്റെ ജനങ്ങളെ എനിക്ക് ചെവി തരുവിൻ. 7 വാക്യം, നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എന്റെ ന്യായപ്രമാണമുള്ള ജനവുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പിൻ. കർത്താവ് പറയാ, നിങ്ങൾ എന്റെ വാക്ക് കേൾപ്പിൻ. മനുഷ്യരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ, മനുഷ്യരുടെ ആലോചനകൾ കേൾക്കുമ്പോൾ നിങ്ങൾ തളർന്നു പോകും, നിങ്ങൾ ക്ഷീണിച്ചു പോകും. അതിന് കർത്താവ് പറയുന്ന ഉപമകളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. 1 വാക്യങ്ങൾ പഠിക്കുമ്പോൾ 51 അധ്യായം 1 വാക്യം പഠിക്കുമ്പോൾ, നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പിൻ. നിങ്ങൾ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. എന്തിനാ? നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്. ഇന്നലെ വരെ നിങ്ങളെ കൊണ്ടുവന്ന സാഹചര്യത്തെ നിങ്ങളൊന്ന് നോക്കുവാനിടയാകണം. എല്ലാ കാലഘട്ടത്തിലും ഒരു തിരിഞ്ഞു നോട്ടം ജനത്തിന് ആവശ്യമാണ്, മനുഷ്യന് ആവശ്യമാണ്. പലപ്പോഴും നമ്മൾ പെറുപെറുപ്പാൻ ഇടയാകുന്നത് ഇന്നലെ വരെ നടത്തിയ ഒരു ദൈവത്തിന്റെ മഹത്വത്തെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത് കൊണ്ടാണ്. കർത്താവ് അതുകൊണ്ടാണ് അതിന്റെ 2 വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറയിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. ഞാൻ അവനെ ഏകനായി വിളിച്ച് അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇന്നത്തെ ഭാരം, ഇന്നത്തെ പ്രയാസം, ചിലപ്പോൾ ഇന്നത്തെ കഷ്ടത, ചിലപ്പോൾ ഇന്നത്തേക്ക് മാത്രമുള്ളതാണ്. ഇന്നത്തെ വേദന ഇന്നത്തേക്ക് മാത്രമുള്ളതാണ്. പക്ഷേ നമ്മൾ ഇന്നലെ നടന്നു വന്ന വഴികളെ നമ്മൾ ഓർക്കുമ്പോൾ അതൊന്നുമല്ല. ഇതിനേക്കാൾ വലിയ, ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതിനേക്കാൾ വലിയ കഷ്ടതകളും വലിയ ഭാരങ്ങളുമായിരുന്നു ഇന്നലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഇന്നലെ ആ വേദനയിൽ കൂടെയാണ് നമ്മൾ കടന്നു വന്നത്. പക്ഷേ ആ വേദനയിൽ ദൈവം നമ്മളെ നടത്തി, ദൈവം നമ്മളെ ശക്തീകരിച്ചു. പക്ഷിയായിരുന്ന, പ്രായമായ, സാധ്യതയില്ലാത്ത സാറയെ അബ്രഹാമിന് ദൈവം തലമുറകളെ നൽകി
അനുഗ്രഹിച്ച ദൈവമാണെങ്കിൽ അവരെ വർദ്ധിച്ചു പെരുകുവാൻ ദൈവം അവരെ അനുഗ്രഹിച്ച ദൈവമാണെങ്കിൽ അവരുടെ പെറുപെറുപ്പിനെ മാറ്റി അവരുടെ സങ്കടത്തെ മാറ്റി ദൈവം ഒരു വാഗ്ദത്തങ്ങളിലേക്ക് കൊണ്ടുവന്നെങ്കിൽ ഇന്നത്തെ കഷ്ടതകൾ നമുക്ക് ഒന്നുമില്ല. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് എന്ന്, എൻ്റെ ദൈവം അവൻ നൽകിയ നിത്യരക്ഷയിലേക്ക് എന്നെ ബലത്തോടെ ധൈര്യത്തോടെ ശക്തിയോടെ എന്നെ നടത്തുന്ന ദൈവമാണെന്ന് നമുക്ക് ആശ്വസിക്കുവാനും പ്രത്യാശിക്കുവാനും കഴിയും. എൻ്റെ 7-ാമത്തെ വാക്യം കൂടെ വായിക്കാം. നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എൻ്റെ ന്യായപ്രമാണമായുള്ളവര് എൻ്റെ വാക്ക് കേൾപ്പിൻ. നിങ്ങൾ മനുഷ്യരുടെ നിന്നയെ ഭയപ്പെടരുത്, അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയുമായിരുന്നു. ആ ദൈവത്തിന്റെ വാക്ക് കേട്ടാൽ, ഇന്നലെ നമ്മളെ നടത്തിയ വിധങ്ങൾ ഓർത്താൽ, മനുഷ്യന്റെ നിന്നയെ പേടിക്കരുത്, അവരുടെ ദൂഷണങ്ങളിൽ പേടിക്കുകയുമരുത്. മനുഷ്യർക്ക് നമ്മളെ കുറിച്ച് ചില പലതും പറയാൻ കഴിയും, പലതും നമ്മളെ കുത്തി നോവിക്കാൻ കഴിയും, പലതും ഭാരപ്പെടുത്താൻ കഴിയും. എന്നാൽ അവരുടെ നിന്നയെ പേടിക്കരുത്. എനിക്കൊരു ദൈവമുണ്ട് എന്ന പ്രശ്നങ്ങളെ നോക്കി, ഭാരങ്ങളെ നോക്കി, സങ്കടങ്ങളെ നോക്കി നമുക്ക് ധൈര്യമായി പറയാൻ കഴിയും. എൻ്റെ ദൈവം എന്നെ നടത്തുന്ന ദൈവമാണ്, എൻ്റെ ദൈവം എന്നെ ബലപ്പെടുത്തുന്ന ദൈവമാണ്, എൻ്റെ ദൈവം എന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ് എന്ന് നമുക്ക് ധൈര്യമായി പറയുവാൻ കഴിയണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, സന്തോഷത്തോടെ ശക്തിയോടെ ബലത്തോടെ ഇന്നത്തെ ദിവസം നമുക്ക് പറയുവാൻ കഴിയണം, പ്രാർത്ഥിപ്പാൻ കഴിയണം. എൻ്റെ ദൈവം എന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ്, എൻ്റെ ദൈവം എന്നെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. ഞാൻ ഉണർന്ന് പ്രവർത്തിക്കും, ഞാൻ ഉണർന്ന് ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ കൂടെ നടക്കും എന്ന് നമുക്ക് പറയുവാൻ കഴിയണം. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് വലിയ ദൈവിക ബലം അനുഭവിപ്പാൻ കഴിയും, വലിയ ശക്തിയിൽ നമുക്ക് ജീവിപ്പാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, ഈ വചനങ്ങളാണ് ദൈവം നമ്മളെ സഹായിക്കട്ടെ, ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ, ദൈവം നമ്മളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വാക്കും